Hi all, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ദിവസം പലതരത്തിലുള്ള ശബ്ദം കേൾക്കുന്നവരാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ശബ്ദം കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതുമല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ ശബ്ദ മലിനീകരണം അഥവാ നോയ്സ് പൊല്യൂഷൻ നമ്മുടെ കേൾവിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബാധിക്കുകയാണെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള കേൾവിക്കുറവാണ് ഇതുണ്ടാക്കുക, അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്കിതിനുള്ള പരിഹാരങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോയ്സ് പൊല്യൂഷൻ എങ്ങനെ നമ്മുടെ കേൾവിയെ ബാധിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Let's start. കേൾവിക്കുറവ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏകദേശം 400 മില്യണിൽ ഏറെ ആൾക്കാരെ ബാധിക്കുന്ന ഒരു ഡിസബിലിറ്റിയാണ്. അതിൽ തന്നെ ഈ നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഏത് തരത്തിലുള്ള നോയ്സ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ശബ്ദങ്ങളാണ് ഇത്തരം കേൾവിക്കുറവ് ഉണ്ടാക്കുക, അത് എത്ര നേരം അല്ലെങ്കിൽ എത്ര കാലം ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കണം നമുക്കൊരു കേൾവിക്കുറവ് ഉണ്ടായി വരാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ മുന്നോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 70 dB അല്ലെങ്കിൽ 80 dBയുടെ മേലെയുള്ള ഏത് ശബ്ദവും നമ്മൾ നോയ്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അത് ഏത് ശബ്ദമാണെങ്കിലും നമ്മുടെ ചെവിക്ക് അത് ഹാനികരമായി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ട്രാഫിക് സൗണ്ട്, അതുപോലെ ഫാക്ടറി, സ്പിന്നിങ് മില്ല്, അതുപോലെ നമ്മുടെ ഡ്രില്ലിങ് മെഷീന്, നമ്മൾ ഈ എന്താ പറയുക ഇരുമ്പ് പണിക്കാരടുത്തൊക്കെ കാണിട്ടുള്ള ഒരു മെഷീൻ, അത്തരത്തിലുള്ള മെഷീൻ്റെ ശബ്ദം, ടൈൽസ് പണിക്കാരടുത്തുള്ള ആ മെഷീൻ്റെ ശബ്ദം, അങ്ങനെ ഉള്ള ഹയസ്റ്റ് വരുന്ന എല്ലാ ശബ്ദങ്ങളും, എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പിന്നെ പറയാൻ വേണ്ട. എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും ടൈമിലുള്ള ശബ്ദം അവരുടെ കേൾവിയെ വളരെയധികം മോശമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ശബ്ദങ്ങളും തന്നെയും നോയ്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് കുറേ കാലമായിട്ട് നമ്മളൊരു ശബ്ദം കേട്ടുകൊണ്ടേ ഇരുന്നിട്ട് ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞ പോലെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ മെഷീൻ വർക്ക്സ്, അങ്ങനെ ഫാക്ടറി ജോലി ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണെങ്കിൽ അവർ ഒരുപാട് കാലമായിട്ട് അത്തരത്തിലുള്ള ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോക്ലിയൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഈ ഹിയറിങ്ങിന് പോസിബിൾ ആക്കുന്നത്, അതായത് ഹിയറിംഗ് സാധ്യമാക്കുന്ന കുറച്ച് സെൽസ് ഉണ്ട് അല്ലേ? അപ്പം ആ സെൽസിന് ഡാമേജ് വരുമ്പോഴാണ് നമുക്കൊരു നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് വരുന്നത്. അപ്പം ഇതെന്തായാലും ഒരു ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവാണ്. അല്ലാണ്ട് ഇപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത്, നമ്മളൊരു ഇമാജിൻ ചെയ്യുക, നമ്മൾ ഒരു പുല്ല് നിറഞ്ഞൊരു വഴിയിൽ കൂടി നടന്നു പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം നടന്നു പോകുമ്പോൾ എന്താണ്, ആ പുല്ല് ബെൻഡ് ആവും. അപ്പോൾ പിന്നെയും അത് തിരിച്ച് വളരാനുള്ള ചാൻസ് ഉണ്ട്. അതേ സമയത്ത് അതുവഴി ഒരുപാട് ആൾക്കാർ നടന്നു പോകുക, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി അതുവഴി നടന്നു പോകാൻ എന്ത് സംഭവിക്കും, പിന്നെ അവിടെ ഒരു പുല്ല് മുളക്കാനുള്ള ചാൻസ് ഇല്ല അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ സെൻസറി ഹിയറിംഗ് സെൽസിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഡെയിലി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ അതിൻ്റെ ഡാമേജ് വന്നിട്ട് ആ സെൽസ് ഡാമേജ് ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ നോയ്സ് കേട്ടിട്ടുണ്ടാകുന്ന ഹിയറിംഗ് ലോസ് ആണ്, നോയ്സ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ്. അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് അക്കോസ്റ്റിക് ട്രോമ എന്ന് പറയും. അതായത് പെട്ടെന്നൊരു ശബ്ദം ഒരു ചെറിയ നേരത്തേക്ക് ഒരു വലിയ ശബ്ദം നമ്മൾ കേൾക്കുന്നത്, അതായത് നമ്മുടെ അടുത്തുനിന്ന് പടക്കം പൊട്ടുന്നത് ഒരു എക്സാമ്പിളാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്ലോഷൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുക, അതൊക്കെ എന്താണ്, ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് നമ്മുടെ കോക്ലിയനെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഈ നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് വരാനും ചാൻസ് ഉണ്ട്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു നോയ്സ് എന്ന് പറയുമ്പോൾ 2 kHz to 3 kHz, അതായത് 2000 Hz തൊട്ട് 3000 Hz വരെയുള്ള നോയ്സ് ആണ് ഏറ്റവും അപകടകാരി. അതുപോലെ തന്നെ 80 dBയുടെ മേലെയുള്ള നോയ്സും അപകടകാരിയാണ്. അതിൽ തന്നെ എയർലൈനൊക്കെ പറയുകയാണെങ്കിൽ ഹൈ നോയ്സ് ആണ്. ഫാക്ടറി നോയ്സുകൾ, സ്പിന്നിങ് മില്ലിത്തെ നോയ്സുകൾ, ഡ്രില്ലിംഗ് മെഷീൻ്റെ നോയ്സൊക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള നോയ്സുകളാണ്. അതൊക്കെ പെട്ടെന്ന് നമ്മുടെ ചെവിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് നമ്മൾ ഫസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി തുടങ്ങാം. ചെവിയിൽ നമ്മൾ ടിനൈറ്റസ് കേൾക്കും, ചെവിയിൽ മൂളൽ ശബ്ദം. അതിനെ പറ്റിയുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായും പോയി കാണണം. അങ്ങനെ മൂളൽ ശബ്ദം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും ഒരു നോയ്സി എൻവയറമെൻറ്റിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഒന്നിച്ചു കൂടി സംസാരിക്കുമ്പോൾ സംസാരം നമുക്ക് ക്ലിയർ അല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അതൊക്കെയാണ് ഇതിൻ്റെ തുടക്കം വരിക. പിന്നെ നമ്മൾ വീണ്ടും ഈ നോയ്സി വേൾഡിലാണെങ്കിൽ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് മെല്ലെ നമ്മുടെ ലോവർ ഫ്രീക്വൻസിനെയും ഹയർ ഫ്രീക്വൻസിനെയും ഒക്കെ ബാധിച്ച് ഒരു കേൾവിക്കുറവ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും, ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഒരു ഫ്രീക്വൻസിയാണ് ഇത് ഫസ്റ്റ് ബാധിക്കുക, പിന്നെ അതൊരു എല്ലാ ഫ്രീക്വൻസിയിലേക്കും വൈഡൻ ചെയ്യാൻ
സംഭവിക്കുന്നത്. ഇനി ഈ നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രായമാകുമ്പോഴുള്ള കേൾവിക്കുറവിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോഴുള്ള കേൾവിക്കുറവ് അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ആർക്കെങ്കിലും പ്രായമാകത്തിന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? ആർക്കും നിർത്താൻ പറ്റില്ല. പക്ഷേ ഈ നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് നമുക്ക് ഒരു പരിധി വരെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം, നമുക്കിതിനെ തടഞ്ഞു നിർത്താം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ഇതിനെ കേൾവി സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതിയാവും. അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ നമ്മൾ സാധാരണ ലോക്കൽ ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ ടൈൽസ് പണിക്കാർ, അതുപോലെ ഇരുമ്പ് കടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഇങ്ങനെ ഈ ലോക്കലായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ വലിയ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് തീരെ ഇതിനെ പറ്റിയൊരു അവബോധം ഇല്ലാത്തത്. അവർ ആണ് തീരെ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാത്ത ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇയർ പ്ലഗ്സ് എന്ന് പറഞ്ഞാൽ. ഏതൊരു ഫാർമസി പോയാലും നിങ്ങൾക്ക് വളരെ ചെറിയ പൈസക്ക് ഈ ഇയർ പ്ലഗ്സ് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫാക്ടറി സെറ്റപ്പിലോ നിങ്ങൾ എന്തിലാണോ വർക്ക് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഇയർ പ്ലഗ്സ് എടുത്ത് ചെവിയിലേക്ക് വെക്കുക. അപ്പോൾ ഇയർ പ്ലഗ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നോർമൽ ഇയർ പ്ലഗ്സ് അല്ല, നമുക്ക് നോയ്സ് റിഡക്ഷൻ ഉള്ള ഇയർ പ്ലഗ്സ്. അങ്ങനെ ഒന്ന് പ്രത്യേകം പറയണം. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ടൈപ്പ് ഒരു ഇയർ പ്ലഗ്സ് ആണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവർ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് എടുത്തു തരും. അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഇയർ മഫ്സ് എന്ന് പറയും. അതായത് ഇങ്ങനെ നമ്മുടെ വാക്ക്മാൻ പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഹെഡ്ഫോൺസ് പോലെ വരുന്ന സംഭവമാണ്. അതും ഈ നോയ്സിനെ കുറക്കാൻ, അതായത് നമ്മുടെ ചെവിയിലേക്ക് ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെവിയിലേക്ക് ഇപ്പോൾ ഒരു 80 dB നോയ്സ് ആണ് പുറത്തുള്ളതെങ്കിൽ അത് കുറച്ചിട്ട് ഒരു 60 അല്ലെങ്കിൽ ഒരു 50 dB നോയ്സ് മാത്രം നമ്മുടെ ചെവിൻ്റെ ഉള്ളിലേക്ക് എത്തും. അത്രയും ഇത് കട്ട് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ അത്ര എഫക്റ്റ് നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ നോയ്സ് ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, നിങ്ങളെ വർഷം തോറും അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ കേൾവി നമ്മളൊന്ന് പരിശോധിക്കണം. അതുപോലെ നമ്മുടെ കേൾവിൻ്റെ ട്രാക്ക് വെച്ച് കഴിഞ്ഞാൽ കുറയുന്നുണ്ടോ, എന്തെങ്കിലും കേൾവിക്ക് എഫക്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി നിങ്ങളൊരു 10 to 15 നമ്മൾ നോർമലി കാണുന്ന കേസസ് ആണ് ഡ്രൈവേഴ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാക്ടറിയിൽ സ്പെൻഡിങ് മില്ലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ വരും, നമ്മളൊരു 25 വർഷമായിട്ട് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്ക് കേൾവി ഒന്ന് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അവർ ടോട്ടലി അവർക്കൊരു സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഡെവലപ്പ് ചെയ്ത് ആയിട്ടുണ്ടാവും. കാരണം ഇത്രയും വർഷം ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത്തരം ആൾക്കാർക്കുള്ള ഒരു പ്രതിവിധി ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. കേൾവി സഹായി വാങ്ങുക, ഓഡിയോളജിസ്റ്റിനെ കാണുക, കേൾവി പരിശോധിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന കേൾവി സഹായം അവർ സജസ്റ്റ് ചെയ്ത് തരും, അത് വാങ്ങി ഉപയോഗിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നന്നായി കേൾക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നോയ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷനെ പറ്റി പറയാനുള്ളത്, എങ്ങനെയാണ് നമ്മുടെ കേൾവിനെ ബാധിക്കുന്നത് എന്നതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ പരിചയത്തിലോ ആൾക്കാരൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരോട് ഇങ്ങനത്തെ ഉപകരണങ്ങൾ വാങ്ങി ഒന്ന് ഉപയോഗിക്കാൻ പറയണം. കേൾവിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ആ ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഒറ്റ വീഡിയോ പോലും മിസ് ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ട് സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.